Now, we are dealing with the poem If. We are concerned with the poem If, a poem by Rudyard Kipling. A poem by Rudyard Kipling. The first two stanzas are over, and I have already explained the first two stanzas. You know that the poet Rudyard Kipling is addressing his son. In the poem If, the poet is addressing his son. The poet draws out, or the poet comes out with certain points. The poet says about certain things, certain qualities that will make a perfect gentleman. Though the poem is addressed to the poet's son, it is an address to one and all. How can one be a perfect gentleman? What is the chemistry of a perfect gentleman? What qualities constitute a perfect gentleman? A perfect gentleman or a nice citizen must have certain qualities in life. The poet has already said in the first stanza that he must be calm and quiet in the face of all provocations. That is, if you can keep your head when all about you are losing theirs and blaming it on you. When a project fails, for example, ഒരു പ്രോജക്റ്റ് കാണും പരാജയപ്പെടുന്നു, ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നു, എല്ലാവരും നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നു എന്ന് വിചാരിക്കുക, നീയാണ് കുഴപ്പമെന്ന് പറയുന്നു. ഈ സമയത്തും നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജെന്റിൽമാൻ ആയിരിക്കും. If you can trust yourself when all men doubt you, if you have the belief in yourself, if you have self-confidence, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, trust yourself when all men doubt you, ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്ന സമയത്ത്, but make allowance for their doubting too, എന്നാൽ ബാക്കിയുള്ളവർ സംശയിക്കുന്നത് എന്തേ എന്നൊരു പരിഗണന ഉണ്ടാവിരിക്കണം. If you can wait and not be tired by waiting, കാത്തിരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഉദാത്തമായ പ്രവർത്തികൾ ചെയ്തതിനു ശേഷം ഉടൻ തന്നെ അതിന്റെ ഫലം കിട്ടണമെന്നൊന്നും ചിന്തിക്കരുത്. നിഷ്കാമ കർമ്മം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. പീപ്പിൾ മേ ലൈ അബൌട്ട് യു, നിങ്ങളെ പറ്റി ആൾക്കാർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും, കിംവദന്തികൾ പ്രചരിപ്പിച്ചെന്നിരിക്കും. പക്ഷെ നിങ്ങൾ ആരെ പറ്റിയും കിംവദന്തി ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ജെന്റിൽമാനാണ്. നിങ്ങളെ ആൾക്കാരൊക്കെ വെറുക്കുന്നുണ്ടാവാം, അല്ലെ? ഓർ ബീങ് ഹേറ്റഡ്, നിങ്ങളെ വെറുക്കുന്നുണ്ടാവാം. Don't give way to hating. പക്ഷെ നിങ്ങൾ ആരെയും വെറുക്കുന്നില്ല. You do not hate others. If so, you are a gentleman. Even though you have certain qualities that make a gentleman, don't boast about it. ഇതിനെപ്പറ്റി നിങ്ങൾ പൊങ്ങച്ചം പറയുകയും ചെയ്യുന്നില്ല. അപ്പോഴും നിങ്ങൾ ഒരു ജെന്റിൽമാൻ ആയിരിക്കും. Now in the second stanza, the poet said, if you can dream and not to make dreams your master, നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് വേണം എന്ന് വിചാരിച്ച് എന്തുണ്ടാവരുത്, നിങ്ങൾ സ്വപ്നത്തെ മാസ്റ്റർ ആക്കരുത്, അല്ലേ? ഓർമ്മയുണ്ടല്ലോ, ക്യാപ്റ്റൻ ബാച്ചിന്റെ സ്വഭാവം കാണിക്കരുത്. നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആകാനായിട്ട് ശ്രമിക്കണം, ക്യാപ്റ്റൻ ആവണം. അല്ലാതെ അവിഹിതമായിട്ട് ക്യാപ്റ്റന്റെ വേഷം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് അടിച്ചിട്ട് കാര്യമില്ല. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് തോട്ട്സ്, പറയും നിങ്ങൾക്ക് ചിന്തകൾ വേണം. പക്ഷെ ആ ചിന്തകൾ എന്താവരുത്, ലക്ഷ്യമാവരുത്. വെറും ചാരിയസേൽ കിടന്ന് ചിന്തിക്കുന്ന വ്യക്തി മാത്രമാവരുത് നിങ്ങൾ. യു മസ്റ്റ് ട്രാൻസ്ലേറ്റ് യുവർ തോട്ട്സ് ഇൻ ടു ആക്ഷൻസ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ നോക്കി കാണാൻ കഴിയണം. വിജയത്തിൽ അമിത സന്തോഷം, പരാജയത്തിൽ അമിത ദുഃഖം, ഇത് പാടില്ല. ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, ഈ രണ്ട് നാട്യക്കാരെയും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ കഴിയുമെങ്കിൽ, if you can bear to hear the truth you have spoken twisted by knaves, നിങ്ങൾ പറഞ്ഞ സത്യങ്ങളെ ചില ആൾക്കാർ വളച്ചൊടിക്കാം. to make a trap for fools, വിഡ്ഢികളെ കെണിയിൽപ്പെടുത്താനായിട്ട്. or watch the things you gave your life to broken, നിങ്ങൾ ജീവിതം തന്നെ കൊടുത്തതിനെ, watch the things you gave your life to broken, തകരുകയാണെങ്കിൽ stoop and build them up with worn out tools, ആ പഴകിയ, ആ worn out ആയിട്ടുള്ള തേഞ്ഞു പോയ സാധനങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾക്ക് വീണ്ടും പണിയായുധങ്ങൾ എടുത്തു വെച്ച് വീണ്ടും പടുത്തുയർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. ഇതാണ് രണ്ട് സ്റ്റാൻസിൽ പറഞ്ഞത്.
Now, today we are concerned with the third stanza of the poem If. We are concerned with or we are going to study the third stanza in detail. The third stanza is just like this. If you can make one heap of all your winnings and risk it on one turn of pitch and toss, and lose and start again at your beginnings, and never breathe a word about your loss. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. If you can make one heap of all your winnings, if you can make one heap, ഒരു കൂന, one heap, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ if you can make one heap of all your winnings, നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം, പെരിഫറൽ മീനിങ്, അതായത് പെരിഫറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം, അതായത് ഇപ്പൊ നിങ്ങളുടെ സകല സ്വത്തുക്കളും ഒരുമിച്ച് ഒരു കൂനയാക്കി വെക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതിലേ തന്നെ പഠിപ്പിച്ചു വെക്കുന്ന എന്താണ്? ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ പോട്ട്. നിങ്ങളുടെ എല്ലാ മുട്ടകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കുടത്തിൽ ഇട്ട് വെച്ചേക്കരുത്. ഇങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട്, ഡോണ്ട് പ്ലേസ് ഓൾ യുവർ എഗ്സ് ഇൻ വൺ പോട്ട്. പണ്ട് സമ്പാദ്യം എന്ന് പറയുന്ന മുട്ടയാണല്ലോ, മുട്ട കൊടുത്താണ് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോഴങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ മുട്ടകളെല്ലാം കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കുടത്തിലിട്ട് വെക്കരുതെന്ന് പറയും. കീപ് ഇറ്റ് സെപ്പറേറ്റ്ലി, വേറെ വേറെ ആയിട്ട് സൂക്ഷിക്കണം. കാരണം എന്താണ്? ഒന്ന് പോകുമ്പോഴത്തേക്ക് ഒരു കുടം വീണുടഞ്ഞാൽ മൊത്തം പോയി, അല്ലെങ്കിൽ ഒന്നാരെങ്കിലും എടുത്തോണ്ട് പോയാൽ മൊത്തം പോകും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പല സ്ഥലത്തായിട്ട് ഇത് കീപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പോഴ് അതേസമയം ഇവിടെ കവി പറയുന്ന എന്താണ്? റിസ്കുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ മൊത്തം തുകയും കൂടി, ഇപ്പം ഫോർ എക്സാമ്പിൾ മോഡേൺ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇപ്പൊ ഷെയർ എടുക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആൾക്കാർ ഷെയർ എടുക്കാറുണ്ട്. ആൾക്കാർ ഷെയർ എടുക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഏതെങ്കിലും വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടൊക്കെ ഷെയർ എടുക്കും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മരുന്ന് കമ്പനിയുടെ ഷെയർ എടുക്കുന്നു. മരുന്ന് കമ്പനിയുടെ ഷെയർ എടുക്കുന്ന പുതിയൊരു മരുന്നാണെന്ന് വിചാരിക്കാം. മരുന്ന് കമ്പനിയുടെ ഷെയർ എടുക്കുന്നയാൾ എന്ത് ചെയ്യുന്നു? ശവപ്പെട്ടി വിൽപ്പനക്കാരന്റെ ഷെയറും കൂടെ കുറച്ചെടുത്ത് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ മറ്റൊന്നേ കിട്ടും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ ആൾക്കാർ? അതേപോലെ അല്ല, അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, if you can make one heap of all your winnings, നിങ്ങളുടെ സകല സമ്പാദ്യവും കൂടെ ഒരു കൂനയായിട്ട്, ഒന്നായിട്ട്, in one pitch and toss, risk it in one pitch and toss. ഒരു pitch and toss is a ഗെയിമാണ് പിച്ച് ആൻഡ് ടോസ്. ഒരു വലിയ ഗെയിമാണ് പിച്ച് ആൻഡ് ടോസ്. അതിന്റെ ചില വേർഷൻസ്, ചില പതിപ്പുകളൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. അതായത് ഒരു ദൂരെയായിട്ടൊരു മേശയിൽ കുറെ സാധനങ്ങളൊക്കെ വെച്ചേക്കും. ഇപ്പൊ സോപ്പ് പെട്ടി ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ 2000-ന്റെ ഒരു നോട്ട് അല്ലെങ്കിൽ 100-ന്റെ നോട്ട് ഇങ്ങനെയൊക്കെ വെച്ചേക്കും. ഇത് ദൂരെ നിന്നുകൊണ്ട് ഒരാൾ ഒരു വളയം എടുത്ത് വെച്ച് എറിയുന്നു. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വീടുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയുള്ളൊരു ഗെയിം. ഇങ്ങനെയുള്ള ഗെയിമിന്റെ പ്രത്യേകത, ഇപ്പൊ ഒരു പ്രാവശ്യം എറിയുന്നതിന് 5 രൂപ വാങ്ങിച്ചിട്ട് എറിയുന്നു. ചിലപ്പോൾ 2000 വരെ കിട്ടിയേക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യാം? 5 രൂപ അങ്ങ് പോവുകയും ചെയ്യാം. ഇത് പല മെത്തേഡുകൾ കളിക്കും. ചിലപ്പോൾ എന്താണ്? നമ്മളുടെ സകല സമ്പാദ്യവും കൂടെ വെച്ചുകൊണ്ട് ഒരു പിച്ച് ആൻഡ് ടോസ് ഗെയിം കളിക്കുന്നു, മൊത്തം പോന്നു. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ടേക്ക് റിസ്ക് ഇൻ ലൈഫ്, അതാണ് ആ മീനിങ്. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ എല്ലാം കൂടെ ഒരു ഹീപ്പാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ആൻഡ് റിസ്ക് ഇറ്റ് ഇൻ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്, എന്നിട്ട് അതെന്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്? റിസ്ക് ഇറ്റ് ഇൻ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഒരു പിച്ച് ആൻഡ് ടോസിൽ റിസ്ക് ചെയ്യാൻ കഴിയണം. റിസ്ക് ഇറ്റ് ഇൻ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഒരു പിച്ച് ആൻഡ് ടോസ് ഗെയിമിൽ നിങ്ങൾക്കത് മൊത്തം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുള്ള കഴിവുണ്ടെങ്കിൽ, ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഒന്നേന്ന് തുടങ്ങുന്നു. നിങ്ങളുടെ സകല സമ്പാദ്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങൾ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങി വരാനുള്ള കഴിവുണ്ടെങ്കിൽ,
ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. എന്നിട്ടോ നിങ്ങൾ ഒരിക്കലും നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങൾ നഷ്ടത്തിന്റെ കണക്കേ പറയത്തില്ല. നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നഷ്ടത്തിന്റെ കണക്ക് പറയാത്ത വ്യക്തിയായിരിക്കും നിങ്ങൾ. നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങൾ ഒരിക്കലും നഷ്ടത്തിന്റെ കണക്ക് പറയത്തില്ല. ചില ആൾക്കാരെ നിനക്കറിയാമല്ലോ, പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഒരുപാട് പ്രതീക്ഷയുള്ള വ്യക്തിയായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതുപോലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോ അവർ എന്താ പറഞ്ഞുണ്ടാക്കാം, ഇത് ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട വ്യക്തി തന്നെയല്ല. ഈ കാണുന്ന വസ്തുവൊക്കെ ഇല്ലേ, ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലം, ഈ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടേതായിരുന്നു. പക്ഷെ അപ്പൂപ്പനെല്ലാം വിറ്റു തെളിച്ചു നിസ്സാര വിലയ്ക്ക്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആരാകുമായിരുന്നു എന്നറിയോ? ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, നിനക്കറിയാലോ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ. അപ്പോഴെപ്പോഴും നഷ്ടത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ഇല്ല എങ്കിൽ അത് ജെന്റിൽമാന് പറ്റിയ ക്വാളിറ്റി അല്ല. നഷ്ടത്തിന്റെ കണക്കും പറഞ്ഞ് പരിതപിച്ചുകൊണ്ട് നടക്കുക, എപ്പോഴും ഒരു കംപ്ലൈന്റ് ബോക്സ് പോലെ, ഒരു പരാതിപ്പെട്ടി പോലെ നടക്കുക, ഇത് നല്ലൊരു ക്വാളിറ്റി അല്ല. അപ്പോഴ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങളുടെ നഷ്ടത്തെ പറ്റി നിങ്ങൾ ഒരു സെന്റൻസും പറയുന്നില്ല. ബ്രീത്ത് സേ പറയുക, ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങളുടെ നഷ്ടത്തെ പറ്റി പറയുന്നില്ല. അപ്പോഴ് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ ടേക്ക് റിസ്ക് ഇൻ ലൈഫ്, RISK, റിസ്ക്, അപകട സാധ്യതകൾ, ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, ഇഫ് യു ക്യാൻ ഫേസ് ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, ഇഫ് യു ക്യാൻ ടേക്ക് ഹൈ റിസ്ക് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള റിസ്കുകൾ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സകല സമ്പാദ്യം കൂടെ ഒരു കൂനിയാക്കി ഒരു പിച്ച് ആൻഡ് ടോസ് ഗെയിമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അത് നഷ്ടപ്പെടുകയാണെങ്കിൽ, ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, നിങ്ങൾക്ക് അത് ഒന്നേന്ന് തുടങ്ങാൻ കഴിയുമെങ്കിൽ, and never breathe a word about your loss, നിങ്ങൾ നഷ്ടത്തിന്റെ കണക്ക് പറയത്തില്ല എങ്കിൽ, a gentleman will never say about his losses, അയാളുടെ നഷ്ടത്തെ പറ്റിയൊന്നും അയാൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടയ്ക്കുകയില്ല. A perfect gentleman will never say about his losses. If you can force, next line നോക്ക്, if you can force your heart and nerve and sinew, if you can force, if you can control, if you can manage, if you can force your heart and nerve and sinew, your heart stands for passions, feelings, വികാരങ്ങളും ചിന്തകളുടെയും ഇരിപ്പിടമായിട്ടാണ് ഹാർട്ടിനെ കൺസിഡർ ചെയ്യുന്നത്. If you can control, if you can manage your heart, if you can control your passions, if you can control your feelings, and nerve stands for intellect, our nervous system here stands for intellect. If we can control our intellect and sinew, muscle, capacity to work hard, നമ്മളുടെ മസിലുകളെ, കായിക ശേഷിയും കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ, സിമ്പിൾ മീനിങ് എന്താണ്? ഇഫ് യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ ആണെങ്കിൽ, അപ്പോഴും മനുഷ്യന്റെ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റഡി ഓഫ് മാൻ ഈസ് ദ സ്റ്റഡി ഓഫ് വൺ സെൽഫ്. അപ്പോഴും നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്താണ്? നമ്മളെ പറ്റി പഠിക്കാനാണ്. നമുക്ക് ആരെ പറ്റി വേണമെങ്കിലും പഠിക്കാം, പക്ഷെ നമ്മളെ പറ്റി പഠിക്കാൻ പാടാണ്. നമുക്ക് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം, പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. ഐ ക്യാൻ റെസിസ്റ്റ് എവറിത്തിങ് ബട്ട് ടെംപ്റ്റേഷൻ, ഓസ്കാർ വൈൽഡിന്റെ സെന്റൻസ് ഫേമസ് ആണ്. ഐ ക്യാൻ റെസിസ്റ്റ് എവറിത്തിങ് ബട്ട് ടെംപ്റ്റേഷൻ എന്ന് പറയും. അപ്പോഴ് അതുപോലെ നമുക്ക് നമ്മളുടെ ടെംപ്റ്റേഷൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. വേറെ പലരുടെയും ടെംപ്റ്റേഷൻസിന് ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോഴ് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അഹം ബ്രഹ്മാസ്മി, ദ സെന്റൻസ് അഹം ബ്രഹ്മാസ്മി, ദൗ ആർട്ട് ഗോഡ്, നീ തന്നെയാണ് ദൈവം. ഓർ ശ്രീനാരായണ ഗുരു പ്ലേസിംഗ് എ മിറർ ഇൻസ്റ്റെഡ് ഓഫ് ദ മിറർ ഇൻ ദ സാങ്ക്ടം സാങ്ക്ടോറം. അപ്പോഴൊരു കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത്. അപ്പോഴെന്താണ്? ദൗ ആർട്ട് ഗോഡ്, നീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞത്. അപ്പോഴും നിനക്ക് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ സെൽഫ് ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ, ഈ ശക്തിയൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്തും നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കായിക ശേഷിയൊക്കെ പോയി, ബുദ്ധി കുറഞ്ഞു,
അതുപോലെ തന്നെ നല്ല വികാരങ്ങളും നല്ല ചിന്തകളും ഒന്നും ഇപ്പൊ വരുന്നില്ല. എങ്കിലും ഇതിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദെയർ ഈസ് നത്തിങ് ഇൻ യു. നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു, നിങ്ങളിൽ ഒന്നുമില്ല. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സെസ് ടു ദം ഹോൾഡ് ഓൺ. ആകെ ഉള്ളത് എന്ത് മാത്രമാണ്? വിൽ. ദ പോം ഇഫ്, എ പോം ബൈ Rudyard Kipling, and we are now talking about the third stanza of the poem. The third stanza of the poem, if. The poet enumerates certain qualities that are needed for a gentleman. To be a gentleman, certain qualities are needed. The poet says. The poet stresses on the fact that Rudyard Kipling underlines the fact that certain qualities are needed to be a gentleman. To become a gentleman, certain qualities are needed. So what are the qualities which are needed to be a gentleman? And in the first two stanzas, or so far, we were dealing with certain qualities that will make a perfect gentleman. And in the third stanza, the poet says, a gentleman must be adventurous. He must have the ability, he must have the capacity to take risk in life. ജീവിതത്തിൽ റിസ്കുകൾ ഏറ്റെടുക്കാനുള്ള കഴിവ് വേണം. Such persons only will become a gentleman. അത്തരക്കാർക്ക് മാത്രമേ ജെന്റിൽമാൻ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. A gentleman is a person who has the ability to take risk in life. And he may lose everything in life. There is a possibility that a man who take risks may lose everything, and he must start again from the very zero itself, from the beginning itself. The gentleman will never breathe a word about his loss. He will not speak like a pessimist. The gentleman will never speak like a pessimist. He is always concerned with a positive attitude. He will never breathe. He will never say a word about his loss. Now, the gentleman must have perfect control over himself. Controlling oneself is very difficult. We can control everything else, but we cannot control ourselves. That is the basic problem. As Oscar Wilde says, as I told you, I can resist everything but temptation. We must resist temptations. We must have an upper hand. We must control ourselves. If you can force your heart and nerve and sinew, if you are such a person, if you can force your heart, if you can force your passions, if you can force your feelings, if you can control your nerve, if you can control your intellect, if you can control your sinews, if you can control your muscles, to serve your turn long after they are gone. If you can serve the turn long after they are gone, that is, even at the extreme age, even at old age, even when you are very tired, even when you are very tired in life, you can control your nerves. If you can control your heart, if you can control your sinews, you can be a perfect gentleman. And the perfect gentleman will stick to life. He will hold on. The perfect gentleman will hold on when there is nothing in him except the will which says, hold on. Which says to them, hold on. He will only have the power, only have the will to guide him. He will lose all his energy. He will lose other types of capacity to do physical work and things like that. But he will hold on to life. He will never be disappointed. He will never be disappointed. He will stick to life even though everything fails. എല്ലാം പരാജയപ്പെടുന്ന അവസ്ഥയിലും അയാൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അയാൾ സ്റ്റിക്ക് ടു ലൈഫ്, ജീവിതത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. He will never have the tendency to commit suicide, for example. ഞാൻ അങ്ങ് പരാജയപ്പെട്ടു,
അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഒരു വ്യക്തിക്ക് വരാൻ പാടില്ല. ഒരു ജെന്റിൽമാൻ ഒരിക്കലും അങ്ങനെയുള്ള ചിന്തകൾ വരാൻ പാടില്ല. ഫെയിലുവേഴ്സ് ആർ നാച്ചുറൽ, യൂഷ്വൽ. പരാജയങ്ങൾ എന്ന് പറയുന്നത് പതിവുള്ളതാണ്. ഇറ്റ് മേ കം, അത് വരും. പരാജയങ്ങൾ ഉണ്ടാവും. ഈവൻ വെൻ ഫെയിലുവേഴ്സ് കം വി മസ്റ്റ് ഫേസ് ഇറ്റ് ബ്രേവിലി. നമ്മൾ അതിനെ ബ്രേവായിട്ട് തന്നെ ഫേസ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റാൻസയിൽ പറഞ്ഞത്. ഇപ്പോൾ തേർഡ് സ്റ്റാൻസ ജസ്റ്റ് ഒന്നുകൂടി നോക്ക്. ഇഫ് യു ക്യാൻ മേക്ക് വൺ കീപ്പ് ഓഫ് ആൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ സകല നേട്ടങ്ങൾ. വൺ കീപ്പ് ഒരു മെറ്റഫർ ആണ്. എക്സാമ്പിൾ ഓഫ് എ മെറ്റഫർ, രൂപകാലങ്കാരത്തിന് എക്സാമ്പിൾ ആണ്. വൺ കീപ്പ് ഓഫ് ആൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഇൻ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. നിങ്ങൾ അതെല്ലാം കൂടെ ഒരു പിച്ച് ആൻഡ് ടോസ് ഗെയിമിൽ തന്നെ വിടുകയാണെങ്കിൽ, ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഒന്നേന്ന് തുടങ്ങിയാണെങ്കിൽ, നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നിങ്ങളുടെ നഷ്ടത്തെ പറ്റി നിങ്ങൾ ഒന്നും പറയുന്നില്ല എങ്കിൽ, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ. നിങ്ങളുടെ ഹാർട്ടിനെയും നെർവിനെയും മസിലുകളെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ, ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അവയൊക്കെ പോയതിനു ശേഷവും, എക്സെപ്റ്റ് ദ വിൽ and so hold on when there is nothing in you. നിങ്ങളിൽ മറ്റൊന്നുമില്ല, എക്സെപ്റ്റ് ദ വിൽ വിച്ച് says to them hold on. പിടിച്ചു നിൽക്കൂ എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ആ വിൽ പവർ, അത് വെച്ച് മാത്രം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജെന്റിൽമാനാണ്. ഇത്രയുമാണ് മൂന്നാമത്തെ സ്റ്റാൻസ വരെ പറഞ്ഞിരുന്നത്. ഇനി ഒരു സ്റ്റാൻസയും കൂടെ ഉള്ളൂ, ഫോർത്ത് സ്റ്റാൻസ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.